ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ജനറൽ സയൻസുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകൾ നോക്കാം. കേരള PSCയുടെ ലാബ് അസിസ്റ്റന്റ് അതുപോലെ റെയിൽവേയുടെ ഗ്രൂപ്പ് ടി എന്ന പരീക്ഷകൾക്ക് ആവശ്യമായ ജനറൽ സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് മുൻപിട്ട 2 വീഡിയോകളുടെ ബാക്കിയായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക. നട്ടലില്ലാത്ത ഏറ്റവും വലിയ അകശേരുകി ഭീമൻ കണവ. ഭീമൻ കണവയാണ് നട്ടലില്ലാത്ത ഏറ്റവും വലിയ അകശേരുകി. നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് നീരാളി. നീരാളിക്കാണ് നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത്. ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് ഐസക് പിറ്റ്മാൻ. ഐസക് പിറ്റ്മാനാണ് ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ്. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നാൽ പോളി വിനൈൽ ക്ലോറൈഡ്. പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC അറിയപ്പെടുന്നത്. PVCയുടെ പൂർണ്ണരൂപമാണ് പോളി വിനൈൽ ക്ലോറൈഡ്. 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ്? 22. 22 ക്യാരറ്റ് സ്വർണ്ണമാണ് 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത്. നട്ടലുള്ള ജീവികളിൽ ഏറ്റവും വലുത് നീലത്തിമിംഗലം. നീലത്തിമിംഗലമാണ് നട്ടലുള്ള ജീവികളിൽ ഏറ്റവും വലുത്. പച്ച സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാനില. വാനിലയാണ് പച്ച സ്വർണം എന്ന് വിശേഷിക്കപ്പെടുന്നത്. പക്ഷിപ്പനിക്ക് കാരണമായ രോഗമാണോ? H1N1. H1N1 ആണ് പക്ഷിപ്പനിക്ക് കാരണമായ രോഗമാണോ? പ്രകാശത്തിൻ്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് റോമർ. റോമറാണ് പ്രകാശത്തിൻ്റെ വേഗം ആദ്യമായി കണക്കാക്കിയത്. 1 ലിറ്റർ ജലത്തിൻ്റെ ഭാരം 1000 ഗ്രാം. 1000 ഗ്രാമാണ് 1 ലിറ്റർ ജലത്തിൻ്റെ ഭാരം. ജർമ്മൻ ഷെപ്പേർഡ് എന്ന നായയുടെ മറ്റൊരു പേര് അൽസേഷ്യൻ. അൽസേഷ്യൻ എന്നാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന നായയുടെ മറ്റൊരു പേര്. ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ഡോൾഫിൻ. ഡോൾഫിനാണ് ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത്. ജലദോഷത്തിന് കാരണം വൈറസ്. വൈറസാണ് ജലദോഷത്തിന് കാരണം. ജിൻസങ് എന്ന സസ്യത്തിൻ്റെ ജന്മദേശം ചൈന. ചൈനയാണ് ജിൻസങ് എന്ന സസ്യത്തിൻ്റെ ജന്മദേശം. ജിറാഫിൻ്റെ കഴുത്തിലെ അസ്ഥികൾ 7. 7 ജിറാഫിൻ്റെ കഴുത്തിലെ അസ്ഥികൾ. ജീൻ എന്ന പേര് നൽകിയത് വിൽഹം ജൊഹാൻസൺ. വിൽഹം ജൊഹാൻസൺ ആണ് ജീൻ എന്ന പേര് നൽകിയത്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജ് ഹോം പേജ്. ഹോം പേജ് എന്നാണ് ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജ് അറിയപ്പെടുന്നത്. അതായത് നമ്മളൊരു വെബ്സൈറ്റിൽ കയറുമ്പോൾ ആദ്യമായി കാണുന്ന പേജാണ് ഹോം പേജ്. രാസചികിത്സയുടെ ഉപജ്ഞാതാവ് പോൾ എർലിക്. പോൾ എർലിക് ആണ് രാസചികിത്സയുടെ ഉപജ്ഞാതാവ്. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡാണ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ്. പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി വൈറസ്. വൈറസാണ് പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി. പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്കത്തമ്പുരാട്ടി. കാക്കത്തമ്പുരാട്ടിയാണ് പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. ലാറ്റിൻ എന്ന ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. വികിരണമാണ് സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി. റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം ഐസോപ്രീൻ. ഐസോപ്രീനാണ് റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പരുന്ത് ഈഗിൾ. ഈഗിൾ എന്നറിയപ്പെടുന്ന പരുന്താണ് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൻ എന്നറിയപ്പെടുന്ന ആര്? ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിനാണ് ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൻ എന്നറിയപ്പെടുന്നത്. ജീവകം Kയുടെ രാസനാമം ഫില്ലോക്കിനോൺ. ഫില്ലോക്കിനോൺ എന്നാണ് ജീവകം Kയുടെ രാസനാമം. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. രക്തമാണ് ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത്. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ ന്യൂറോളജി. ന്യൂറോളജിയാണ് ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ. നെഫ്രക്ടമി എന്നാൽ വൃക്ക നീക്കം ചെയ്യൽ. വൃക്ക നീക്കം ചെയ്യലാണ് നെഫ്രക്ടമി എന്നാൽ അറിയപ്പെടുന്നത്. സ്വർണത്തിൻ്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ക്യാരറ്റ്. ക്യാരറ്റാണ് സ്വർണത്തിൻ്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. റയാൻ കണ്ടുപിടിച്ചതാരെ? ജോസഫ് സ്വാൻ. 1883.
1883 ജോസഫ് സ്വാനാണ് റയോൺ കണ്ടുപിടിച്ചത്. ജീവകം എച്ചിൻ്റെ രാസനാമം ബയോട്ടിൻ. ബയോട്ടിൻ എന്നാണ് ജീവകം എച്ചിൻ്റെ രാസനാമം. ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു പച്ചിലക്കറികൾ. പച്ചിലക്കറികളാണ് ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു. ലാറ്റിൻ വാക്കായ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം ചെമ്പ്. ചെമ്പാണ് ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം. കോപ്പർ എന്നറിയപ്പെടുന്ന ചെമ്പാണ് കുപ്രം എന്ന് ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്നത്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനാണ് LPGയിലെ പ്രധാന ഘടകം. ഏറ്റവും വലിയ കടൽപ്പക്ഷി ആൽബട്രോസ്. ആൽബട്രോസ് ആണ് ഏറ്റവും വലിയ കടൽപ്പക്ഷി. ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ അണ്ഡം. ഒട്ടകപ്പക്ഷിയുടെ അണ്ഡമാണ് ഏറ്റവും വലിയ കോശം. ഏറ്റവും വലുപ്പമുള്ള ചുവന്ന രക്താണുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയാണ് ഏറ്റവും വലുപ്പമുള്ള ചുവന്ന രക്താണുള്ള പക്ഷി. വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡാണ് വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം. ഏറ്റവും വലിയ സസ്തനം നീലത്തിമിംഗലം. നീലത്തിമിംഗലമാണ് ഏറ്റവും വലിയ സസ്തനം. ഏറ്റവും വലിയ ജന്തുവിഭാഗം ആർത്രോപോഡ്. ആർത്രോപോഡാണ് ഏറ്റവും വലിയ ജന്തുവിഭാഗം. കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ നീലനിറം കിട്ടുന്ന വസ്തു അന്നജം. അന്നജത്തിൻ്റെ സാന്നിധ്യമാണ് കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ചേർക്കുമ്പോൾ നീലനിറം കിട്ടാൻ കാരണം. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. 4 അറകളാണ് പക്ഷികളുടെയും മനുഷ്യൻ്റെയും മുതലയുടെയും ഹൃദയത്തിനുള്ളത്. പന്നിപ്പനിക്ക് കാരണമായ വൈറസ് H2N2. പക്ഷിപ്പനിക്ക് H1N1ഉം പന്നിപ്പനിക്ക് H2N2 ആണ് കാരണം. പല്ലില്ലാത്ത തിമിംഗലം ബാലീൻ തിമിംഗലം. ബാലീൻ തിമിംഗലമാണ് പല്ലില്ലാത്ത തിമിംഗലം. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം. കാൽസ്യമാണ് പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം. പരാതമായ ഏകസസ്തനം വാമ്പയർ ബാറ്റ് വവ്വാൽ. വവ്വാലാണ് പരാതമായ ഏക സസ്തനം. പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ സ്വർണം, ചെമ്പ്, വെള്ളി, ഈയം, ഇരുമ്പ്. സ്വർണം, ചെമ്പ്, വെള്ളി, ഈയം, ഇരുമ്പ് എന്നിവയാണ് പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.